പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ ഒരു ഫേവർ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 28-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അപ്പസ്തോലനായ പൗലോസ് അടങ്ങുന്ന ഒരു സംഘം ഇറ്റലിക്ക് യാത്രയാകുകയാണ്. അവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇറ്റലിയാണ്. ആ കപ്പലിന്റെ കപ്പിത്താൻ ഇറ്റലിയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. പക്ഷേ അവരാരും പ്ലാൻ ചെയ്യാത്ത, അവരാരും പ്രതീക്ഷിക്കാത്ത, അവരാരും ഒരിക്കലും എൻറ്റർ ചെയ്യണമെന്ന് വിചാരിക്കാത്ത ഒരു മാൾട്ട എന്ന സ്റ്റോപ്പ് ദൈവം ആ യാത്രയിൽ ആഡ് ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തും ഇതുപോലെയാണ്. നമ്മളുടെ എല്ലാം ഡെസ്റ്റിനി എല്ലാം പ്ലാൻഡ് ആണ്. പലപ്പോഴും നമ്മൾ അസാധാരണമായ ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കരുണയും കാണുന്നതും അനുഭവിക്കുന്നതൊക്കെ നമ്മുടെ യാത്രയിൽ നമ്മൾ പ്ലാൻ ചെയ്യാത്ത ചില സ്റ്റോപ്പുകളാണ്. ആ സ്റ്റോപ്പ് അത്ര സന്തോഷമല്ല. ആ സ്റ്റോപ്പ് പലപ്പോഴും നമുക്ക് പെയിൻഫുൾ ആണ്. പക്ഷേ ആ സ്റ്റോപ്പിൽ നിന്നിട്ട് നമ്മൾ അവിടുന്ന് യാത്രയാകുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഇറങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയത് വളരെ പ്രയാസത്തോടു കൂടെയാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ ഇതിനെ തരണം ചെയ്തത്. പക്ഷെ ഒന്നെനിക്കറിയാം, ഈ സ്റ്റോപ്പിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ ഫേവർ അനുഭവിച്ചത്. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ആ വാക്യം അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. മാൾട്ടയിലെ ബർബരന്മാർ അസാധാരണമായ ദയ കാണിച്ചു. പിന്നെ അവരവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഏറ്റവും അനുഗ്രഹത്തോടെ അശ്വിനി ചിഹ്നമുള്ള അന്നത്തെ ഒരു നല്ല കപ്പലിൽ, വന്ന കപ്പലല്ല, പുതിയൊരു കപ്പലിൽ ഏറ്റവും അനുഗ്രഹത്തോടെ കുറെ അത്ഭുതങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്ര വീണ്ടും അവരവിടുന്ന് ഇറ്റലിക്ക് തുടരുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരം, നമ്മുടെ ഡെസ്റ്റിനി, നമ്മുടെ പ്ലാൻ, നമ്മുടെ പ്രോജക്റ്റ് എല്ലാം നല്ലതാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ആ റൂട്ട് മാറി നമ്മളൊക്കെ ഓടാറുണ്ട്. ഒരുപക്ഷെ അത് വേദനാജനകമായിരിക്കാം. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സ്റ്റോപ്പ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അസാധാരണമായ ഒരു ദയ നിങ്ങളെ കാണിക്കേണ്ടതിനാണ്. അസാധാരണമായ ഒരു ഫേവർ നിങ്ങൾക്ക് വേണ്ടി കർത്താവിന് ചെയ്യുവാനുമുണ്ട്. വിശ്വസിക്കുക, ഈ അസാധാരണമായ ഫേവർ ഈ ദിവസങ്ങളിൽ, ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ അനുഭവിക്കും. കാരണം നിങ്ങളെ നടത്തുന്നത് ദൈവമാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.